ഓപ്പറേഷൻ ഗ്രിപ്പിന്റെ ഭാഗമായി നടത്തിയ പരിശോധനയിൽ തൃശൂരിൽ ഗുണ്ടാ സംഘം പിടിയിൽ. വൻ കവർച്ചയും കൊട്ടേഷൻ ആക്രമണവും ആസൂത്രണം ചെയ്യാൻ ഒത്തുകൂടിയ 34 അംഗ സംഘമാണ് പിടിയിലായത്. കൊലപാതകമടക്കം 100-ലധികം കേസുകളിൽ പ്രതികളായവരാണ് പിടിയിലായത്. 14 ബൈക്കുകളും 4 കാറുകളും മാരകായുധങ്ങളും മയക്കുമരുന്നുകളും പ്രതികളിൽ നിന്ന് പിടികൂടി. ഒരു ഗ്യാങ്, ഗുണ്ടകളുടെ ഒരു ഗ്യാങ് പുതിയ എന്തൊക്കെയോ ഓപ്പറേഷൻ ആലോചിക്കാൻ വേണ്ടി സംഘടിക്കുന്നു എന്നുള്ള രഹസ്യ വിവരം കിട്ടി. എനിക്കാണ് ആ വിവരം കിട്ടിയത്. അന്ന് മുതൽ ഞങ്ങൾ ഇവരെ വിടാതെ പിന്തുടരുന്നുണ്ട്. ഇവർ 34 പേരുണ്ട്. ഈ 34 പേരും വളരെ ഗൗരവ സ്വഭാവമുള്ള 100ഓളം കേസുകളിലെ പ്രതികളാണ്. കൊലപാതകമടക്കം, പിടിച്ചുപറി അടക്കം, കൊള്ളയടക്കം, സ്ത്രീകളെ ഉപദ്രവിച്ച കേസടക്കം, മയക്കുമരുന്ന് കിടത്തടക്കം ഗൗരവ സ്വഭാവമുള്ള 100ഓളം കേസുകളിലെ പ്രതികൾ. എല്ലാവരും തൃശ്ശൂർ ജില്ലക്കാരാണ്. തൃശ്ശൂർ സിറ്റി, തൃശ്ശൂർ റൂറൽ 25ഓളം വിവിധ പോലീസ് സ്റ്റേഷനുകളിലെ വിവിധ കേസുകളിലെ പ്രതികളാണ് ഇത്രയും പേര്. വിവരങ്ങളുമായി സാനു കെ സജീവാണ് ചേരുന്നത്. സാനു, പോലീസ് നൽകുന്ന വിവരമനുസരിച്ച് തൃശൂർ ജില്ലയിൽ നിന്ന് മാത്രമുള്ള 34 കൊടും ക്രിമിനലുകൾ പിടിയിലായിരിക്കുകയാണ്. ഇവരുടെ ഉദ്ദേശത്തെക്കുറിച്ച്, ഇവർ എന്താണ് പ്ലാൻ ചെയ്തത് എന്നുള്ള കാര്യങ്ങളെക്കുറിച്ച് പോലീസിന് വ്യക്തതയുണ്ടോ? നീലിമ, ഓപ്പറേഷൻ ഗ്രിപ്പിൻ്റെ ഭാഗമായിട്ട് റൂറൽ പോലീസിൻ്റെ നേതൃത്വത്തിൽ നടത്തിയിട്ടുള്ള റെയ്ഡിലാണ് ഈ കൊടും ക്രിമിനലുകളായിട്ടുള്ള 35ഓളം പേരെ കഴിഞ്ഞ ദിവസം കസ്റ്റഡിയിലെടുത്തിട്ടുള്ളത്. 25 പോലീസ് സ്റ്റേഷനുകളിലായിട്ട് 100-ലധികം കേസുകളിൽ ഉൾപ്പെട്ടിട്ടുള്ളവർ വരെ ഈ പ്രതികളുടെ ലിസ്റ്റിലുണ്ട്. ഈ 34 പേരുടെ ഉൾപ്പെടുന്നതിലുണ്ട്. അതായത് ഇതിനകത്ത് 19 വയസ്സ് മുതൽ 40 വയസ്സ് വരെ പ്രായമുള്ള പ്രതികളെയാണ് നിലവിൽ പോലീസ് കസ്റ്റഡിയിലെടുത്തിട്ടുള്ളത്. കഴിഞ്ഞ 8 മണിക്കൂറായി ഇവരെ ചേർപ്പ് പോലീസ് സ്റ്റേഷനിൽ ചോദ്യം ചെയ്ത് വരികയാണ്. ബർത്ത്ഡേ പാർട്ടിയുടെ പേരിലാണ് ഈ ഒരു പ്രത്യേകതരം ഒത്തുചേരലുണ്ടായതെന്നാണ് റൂറൽ പോലീസ് മേധാവി വ്യക്തമാക്കുന്നത്. അതായത് കഴിഞ്ഞ 2.5 മാസമായിട്ട് ഈ പ്രതികൾക്ക് പിന്നാലെ, അല്ലെങ്കിൽ ഈ ഗുണ്ടകൾക്ക് പിന്നാലെ പോലീസ് ഉണ്ടായിരുന്നു. ഡാൻസ് ഓഫ് സംഘവും അതേപോലെ തന്നെ ജില്ലാ പോലീസ് മേധാവിയുടെ പ്രത്യേക ഷാഡോ പോലീസ് അടക്കം ഈ പ്രതികൾക്ക് പിന്നാലെ ഉണ്ടായിരുന്നു. ഇവർക്ക് പിന്നാലെ നടന്നതിൽ നിന്ന് കഴിഞ്ഞ ദിവസം ജില്ലാ പോലീസ് മേധാവിക്ക് ലഭിച്ചിട്ടുള്ള രഹസ്യ വിവരത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇത്തരത്തിൽ ഗുണ്ടകളുടെ ഒരു ഒത്തുചേരൽ, അല്ലെങ്കിൽ ഒരു ബർത്ത്ഡേ പാർട്ടിയുടെ പേരിൽ ഗുണ്ടകൾ ഈ ഒത്തുചേരുന്ന ഒരു വിവരം പോലീസ് മേധാവി അറിയുന്നത്. തുടർന്ന് 100-ലധികം പോലീസുകാരാണ് ഈ ഒരു റെയ്ഡിന് നേതൃത്വം നൽകിയത്. കാരണം ഇതിന് ഇത്രയധികം പോലീസുകാർ ഇങ്ങനെ ഒരു പ്രദേശത്തേക്ക് എത്തുന്നതിന് വേണ്ടിയിട്ടുള്ള പ്രധാന കാരണമായിട്ട് ജില്ലാ പോലീസ് മേധാവി ചൂണ്ടിക്കാണിക്കുന്നത്, ഏതാനും നാളുകൾക്ക് മുമ്പ് തൃശ്ശൂർ സിറ്റിയിലും സമാന നിലയിൽ ഗുണ്ടകളുടെ ഒരു ഒത്തുചേരലുണ്ടായിരുന്നു. അന്ന് പോലീസുകാരെ ആക്രമിക്കുന്ന നിലയിലേക്ക് കാര്യങ്ങൾ മാറി. അതുകൊണ്ട് സായുധ പോലീസിൻ്റെ അടക്കം ഉള്ളൊരു പരിശോധനയാണ് ഇവിടെ നടത്തിയിട്ടുള്ളത്. 100-ലധികം പോലീസുകാർ ഈ പരിശോധനയ്ക്ക് നേതൃത്വം നൽകി. ഇതിന് പുറമെ തെരഞ്ഞെടുപ്പാണ്. ഈ തെരഞ്ഞെടുപ്പ് സമയത്ത് വലിയ രീതിയിൽ കവർച്ച നടത്തുന്നതിന് വേണ്ടിയിട്ടും ഈ സംഘം പദ്ധതിയിട്ടു എന്നാണ് പോലീസിന്റെ ചോദ്യം ചെയ്യലിൽ നിന്ന് വ്യക്തമായിട്ടുള്ളത്. അതേപോലെ തന്നെ കൊടകര കുഴൽപ്പണക്കേസിൽ ഉൾപ്പെട്ടവർ വരെ ഈ പോലീസ് ഇന്ന് പിടികൂടിയവരിലുണ്ട്. അതേപോലെ തന്നെ കാപ്പ കേസിൽ അകപ്പെട്ടവരുണ്ട്. അങ്ങനെ 34ഓളം പ്രതികളെയാണ് പോലീസ് നടത്തിയിട്ടുള്ള പരിശോധനയിൽ പിടികൂടിയിട്ടുള്ളത്. ഇവരെ നിലവിൽ ചോദ്യം ചെയ്ത് വരികയാണ്. ഇവർക്കൊപ്പമുള്ള 25ഓളം പേരെ കൂടി പിടികൂടാനുണ്ട്. അതായത് ഈ 5 ദിവസം പ്രത്യേക ഡ്രൈവ് ഉണ്ടാവും. ആ ഡ്രൈവിൽ ബാക്കി പിടികൂടാനുള്ള 25 പേരെ കൂടി വലയിലാക്കുകയാണ് പോലീസിന്റെ ലക്ഷ്യം. അതേപോലെ തന്നെ റൂറൽ പോലീസിന്റെ കീഴിലും അതേപോലെ തന്നെ സിറ്റി പോലീസിന്റെ കീഴിലുമുള്ള 34ഓളം ഗുണ്ടകളെയാണ് നിലവിൽ ഇപ്പോൾ അറസ്റ്റ് ചെയ്തിട്ടുള്ളത്. കൊലപാതകമടക്കമുള്ള കേസുകളിൽ പ്രതികളാണ്. കാപ്പ കേസിൽ ഉൾപ്പെട്ട പ്രതികളെ വരെ പിടികൂടിയിട്ടുണ്ടെന്നാണ് പോലീസ് അറിയിച്ചിട്ടുള്ളത്. സാനു, തൃശൂർ ജില്ലയിൽ 34 കൊടും ക്രിമിനലുകളെ പോലീസ് അറസ്റ്റ് ചെയ്തിരിക്കുകയാണ്. സാനുവാണ് വാർത്തയുടെ വിവരങ്ങൾ പങ്കുവച്ചത്.